കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പരിധിയിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ഐമനം. അക്ഷരനഗരിയുടെ ഹൃദയഭാഗത്തു നിന്ന് 6 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പരിപ്പ് റൂട്ടിൽ യാത്ര ചെയ്താൽ ഐമനം ഗ്രാമപഞ്ചായത്തിലെത്താം. സുന്ദരമായ ഈ കാർഷിക ഗ്രാമം ലോകത്തിന് പല മഹാന്മാരെയും സംഭാവന നൽകിയിട്ടുണ്ട്. കഥകളി ആചാര്യന്മാരായ കുടമാളൂർ കരുണാകരൻ നായർ, മാത്തൂർ ഗോവിന്ദൻകുട്ടി, ലോകപ്രശസ്ത സാഹിത്യകാരിയായ അരുന്ധതി റോയ്, നാടകകുലപതി എൻ പിള്ള, സിനിമാ നടന്മാരായ വിജയരാഘവൻ, ഗിന്നസ് പക്രു തുടങ്ങി ഒട്ടേറെ പ്രഗത്ഭർക്ക് ജന്മമേകിയ നാടാണ് ഐമനം. ഐമനം ഗ്രാമപഞ്ചായത്തിൽ ആകെ 20 വാർഡുകളുണ്ട്. ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ നല്ല നിലയിൽ നടന്നുവരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കോട്ടയം ജില്ലയ്ക്ക് മാതൃകയാകുന്ന പ്രവർത്തനമാണ് 2012-13 വർഷങ്ങളിൽ നടന്നത്. ഇതിൽ എടുത്തു പറയത്തക്ക ഒരു പ്രവർത്തനമാണ് വലിയ മടക്കുളം ശുദ്ധജലാശയം നവീകരണം. ഇത് ഐമനം പഞ്ചായത്തിലെ 20-ാം വാർഡ് ചീപ്പുങ്കൽ. പ്രകൃതി സൗന്ദര്യത്തിന്റെ നിറകുടമായ കുമരകത്തിനോട് ചേർന്ന് കിടക്കുന്ന ചീപ്പുങ്കൽ പ്രദേശം കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും മാത്രം താമസിക്കുന്ന സ്ഥലം. ഇപ്പോൾ ഇവരും ടൂറിസത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുകയാണ്. കായൽ വിഭവങ്ങൾ രുചിച്ചുള്ള ഹൗസ് ബോട്ട് യാത്ര ഹൃദയഹാരിയാണ്. എവിടെ നോക്കിയാലും സർവത്ര വെള്ളം. പക്ഷേ കുടിക്കണമെങ്കിലോ വില കൊടുത്തു വാങ്ങണം. എല്ലാ കാലത്തും ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്നത് പഞ്ചായത്തിന് തലവേദന സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ അവസരത്തിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വലിയ മടക്കുളം ശുചീകരിക്കുവാൻ തീരുമാനിച്ചത്. 2012 ഏപ്രിൽ മാസം 4-ാം തീയതി വാർഡ് മെമ്പർ ശ്രീ സോജി ജെ ആലുംപറമ്പിൽ വാർഡിലെ തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ള തൊഴിലാളികളുടെ ഒരു യോഗം സംഘടിപ്പിച്ചു. 200ഓളം തൊഴിലാളികൾ സംബന്ധിച്ച മീറ്റിംഗ് ജനങ്ങളിൽ ആവേശവും ഉത്സാഹവും ഉണർത്തി. വലിയ മടക്കുളം ശുചീകരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും തീരുമാനമായി. ഈ കാണുന്നതാണ് വലിയ മടക്കുളം. 5 ഏക്കർ വിസ്തൃതി. പുല്ലും കാടും വളർന്ന് വിഷജന്തുക്കളുടെ വിഹാരഭൂമി. നിലവിലുള്ള പമ്പ് ഹൗസാണിത്. ഏകദേശം 700ഓളം കുടുംബങ്ങൾക്ക് ഇവിടെ നിന്നാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ളം വിതരണം ചെയ്തു വരുന്നത്. എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പദ്ധതിയുടെ പ്രോജക്റ്റ് മീറ്റിംഗ് 2012 ഏപ്രിൽ മാസം 18-ാം തീയതി ഏറ്റുമാനൂർ BDO ശ്രീ സലിംകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്നു. അന്നേ ദിവസം പണികൾ ആരംഭിച്ചു. വർഷങ്ങളോളം വളർന്ന് വേരുപിടിച്ച പുല്ല് വെട്ടിമാറ്റുക അത്ര എളുപ്പമുള്ള ജോലിയായിരുന്നില്ല. അരയറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് പോലും തൊഴിലാളികൾ ആ ജോലി ആത്മാർത്ഥതയോടെ പൂർത്തീകരിച്ചു.
ഇടിഞ്ഞുകിടക്കുന്ന മണ്ണ് വെട്ടി മാടി പിടിപ്പിക്കുക എന്നത് ശ്രമകരമായ ജോലിയാണ്. പടർന്ന് വേര് പിടിച്ച മുളം കാടുകളും കുറ്റികളും സ്ത്രീശക്തിക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞു. പുരുഷന്മാർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന തൂമ്പപ്പണികൾ പോലും വളയിട്ട കൈകൾക്ക് ഇണങ്ങുന്നതായിരുന്നു. ഏറ്റുമാനൂർ വീഡിയോ അടിക്കടി പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരുന്നു. പത്ര ദൃശ്യമാധ്യമങ്ങൾ പ്രവൃത്തി റിപ്പോർട്ട് ചെയ്യുവാൻ എത്തിയിരുന്നു. മുളയാണി നിർമ്മാണം. കയർ ഭൂവസ്ത്രം മണ്ണിൽ ഉറപ്പിക്കുന്നത് മുളയാണി ഉപയോഗിച്ചാണ്. ആണി നിർമ്മാണത്തിനും കയർ ഭൂവസ്ത്രം വിരിക്കുന്നതിനും കയർ കോർപ്പറേഷന്റെ സാങ്കേതിക ഉപദേശവും പരിശീലനവും ശ്രീ NR അനിൽകുമാർ നൽകി. മുഴുവൻ സമയവും തൊഴിലാളിക്കൊപ്പം നിന്ന് ജോലികൾക്ക് മേൽനോട്ടം വഹിക്കുവാൻ അദ്ദേഹത്തിന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. ആണികൾ സൂക്ഷ്മതയോടെ തയ്യാറാക്കേണ്ടതാണ്.
ഇനി കയർ ഭൂവസ്ത്രം വിരിച്ച് മാടി ബലപ്പെടുത്തണം. അതിന് വശങ്ങൾ ചേറുകൊണ്ട് മെഴുകി നിരപ്പാക്കണം. അത്യന്തം ശ്രമകരമാണ് ഈ ജോലി. കയർ ഉടുക്കുന്നതിന് വലിയ മടക്കുളം ഒരുങ്ങി. കയർ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കരയ്ക്ക് ചെറിയ കിടങ്ങ് തീർത്ത് ഉറപ്പിക്കും. അടിവശം മുളം ചില്ലകളും കുറ്റിയും ഉപയോഗിച്ച് ബലവത്തായി ഉറപ്പിക്കും. ഇതും അത്യന്തം ശ്രമകരമാണ്. വാർഡ് മെമ്പർ ശ്രീ സോജി ജെ ആലുംപറമ്പിൽ എല്ലാ ദിവസവും സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. കോട്ടയം അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ ശ്രീ ബിജോയ് വർഗീസ്, ബ്ലോക്ക് ജോയിന്റ് BDO ശ്രീ എ ജെ ജോസഫ് സ്ഥലം സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. കോട്ടയം ജില്ലാ കലക്ടർ ശ്രീമതി മിനി ആന്റണി പദ്ധതി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുവാൻ നേരിട്ടെത്തിയത് തൊഴിലാളികൾക്ക് വേറിട്ട അനുഭവമായിരുന്നു. പ്രോജക്ട് ഡയറക്ടർ ശ്രീ KB ശിവദാസൻ കലക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. അത്ഭുതത്തോടുകൂടിയാണ് കലക്ടർ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനമാണെന്ന് കലക്ടർ അഭിപ്രായപ്പെട്ടു. തുടർന്ന് തൊഴിലാളികളെ കളക്ടർ അഭിസംബോധന ചെയ്യുകയുണ്ടായി. കാരണം പല പഞ്ചായത്തുകളിലും ചെറിയ ചാലുകൾ, അതുപോലെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന ചെറിയ തോടുകളൊക്കെ വളരെ അഴുക്ക് പിടിച്ചൊക്കെ കാണുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഇത് നിങ്ങൾക്ക് NREGS ഒരു പ്രോജക്റ്റ് വെച്ചുകൂടെ. ഉടനെ തന്നെ അവർ വരുന്നത്, ഇത് NREGS വരുന്നത് സ്ത്രീ തൊഴിലാളികളാണ് കൂടുതൽ. അവരത് ചെയ്യില്ല, അവർക്കത് ചെയ്യാനുള്ള കഴിവില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള എല്ലാ മടികൾക്കും എല്ലാവരുടെയും ആ പലതരത്തിലുള്ള ഈ കാര്യങ്ങളിലുള്ള താല്പര്യക്കുറവിനും
പ്രവൃത്തിയിലൂടെ നിങ്ങൾ കൊടുത്ത ഒരു മറുപടി കൂടിയായിരുന്നു. ശരിക്കും ഈ സ്ത്രീ ശാക്തീകരണമുണ്ട്, ഇതിൽ ജലസംരക്ഷണമുണ്ട്, പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള താല്പര്യത്തിൻ്റെ പ്രകടനമുണ്ട്, ജനപ്രതിനിധികളുടെ താല്പര്യമുണ്ട്, ഇത് നടത്തിപ്പിന് വേണ്ടി പങ്കാളികളായ ഉദ്യോഗസ്ഥരുടെ ഭാവനയും അവരുടെ ഒരു കർമ്മകുശലതയും ഉണ്ട്. ഒപ്പം ഈ അയ്മനം എന്ന് പറയുന്ന നിങ്ങളുടെ നാടിൻ്റെ മനോഹരമായ പശ്ചാത്തലമുണ്ട്. എല്ലാം കൊണ്ടും NREGSൻ്റെ ആ സപ്പോർട്ടോടുകൂടി നമ്മുടെ ജില്ലയിൽ ചെയ്ത വർക്കുകളിലെ ഏറ്റവും നല്ല ജോലി എന്ന് ഇത് പറയാൻ ഞാൻ എൻ്റെ അറിവിൽ വെച്ചെടുത്തോളം എനിക്ക് യാതൊരു മടിയുമില്ല. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു അംഗീകാരവും ആദരവുമാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ NREGSൻ്റെ വർക്കുകൾ, ഞാനും എൻ്റെ സഹപ്രവർത്തകരും പലയിടത്തും യാത്ര പോകുമ്പോൾ NREGSൻ്റെ വർക്ക് നടക്കുന്നതാണ്. റോഡിൻ്റെ ചില സൈഡിലൊക്കെ ചെറിയ ചില ചെത്തലും മിനുക്കലുമായിട്ട് 10-20 സഹോദരിമാരുണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ ഉദ്യോഗസ്ഥരാവട്ടെ, ജനങ്ങളാവട്ടെ, മാധ്യമങ്ങളാവട്ടെ പറയുന്ന അഭിപ്രായങ്ങളും നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. ഇതൊന്നും ഒരു കാര്യമില്ലാതെ കടലിൽ കായം കലക്കിയ പോലെ പോകുന്ന ജോലികളാണെന്ന് പറയും. പക്ഷെ ആർക്കും ഒരു വിമർശനവും പറയാൻ പറ്റാത്തൊരു വളരെ സോളിഡായിട്ടുള്ള, ഈ ഇംഗ്ലീഷിൽ സോളിഡ് എന്ന് പറഞ്ഞാൽ നല്ല കനപ്പെട്ട ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് എന്തൊരു ഭംഗിയായിരിക്കുന്നു. എനിക്ക് കുറച്ച് നേരം കൂടി നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കാനും തോന്നുന്നുണ്ട്. കാര്യം ഇതിനെ വെറുതെ ഒരു ജലസംരക്ഷണമായിട്ട് മാത്രം കണ്ടാൽ പോരാ. ഇവിടെ നല്ല കാറ്റും നല്ല വെളിച്ചവും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് വെള്ളം ഏറ്റവും ശുദ്ധമായി സംരക്ഷിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളോടുകൂടി അതിനെ മെച്ചപ്പെടുത്തിയെടുക്കുകയും ഇത്ര ആഴത്തിൽ അതിൻ്റെ സൈഡ് പ്രൊട്ടക്ഷൻ, അതിൻ്റെ പാർശ്വഭിത്തി സംരക്ഷണം അതിമനോഹരമായിട്ട് ചെയ്തു തീർക്കുകയും ചെയ്ത നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സന്തോഷവും അഭിമാനവും, അതുപോലെ ഈ പ്രവർത്തനങ്ങളുടെ ഒരു കാര്യദർശി എന്ന നിലയിലുള്ള പ്രത്യേകമായ ആ ഒരു താല്പര്യവും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ എന്താണ് പറയേണ്ടത്, അഭിനന്ദനങ്ങൾ എന്ന വാക്കൊക്കെ വളരെ ചെറുതാണ്. എനിക്കിതിലുള്ള അപ്രീസിയേഷൻ അത്ര ചെറിയ തോതിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട എല്ലാ സഹോദരിമാരെയും അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരെയും സന്തോഷപൂർവ്വം അല്ലെങ്കിൽ ആഹ്ലാദപൂർവ്വം അഭിനന്ദനപൂർവ്വം കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചതായിട്ട് കണക്കാക്കിക്കൊള്ളുക. ഒപ്പം ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്ത ഇനിയും ഇതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പലതും, അതായത് പമ്പിംഗ് സിസ്റ്റം ശരിയാവാനുണ്ട്, ഫിൽറ്ററിങ് ശരിയാവാനുണ്ട്, അതിലെ പൈപ്പുകൾ ക്ലിയർ ആവാനുണ്ട്. അത്രയൊക്കെ ചെയ്താൽ നിങ്ങൾ ചെയ്ത ഈ വർക്കിൻ്റെ ആ ഒരു പ്രയോജനം ലഭ്യതയായിട്ട് ജനങ്ങൾക്ക് അനുഭവപ്പെടുള്ളൂ എങ്കിൽ അതൊക്കെ നമുക്ക് ക്രമേണ പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലൂടെ പൂർത്തിയാക്കി മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഈ ഒരു വലിയ അധ്വാനത്തിന് തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ ആദരവും അഭിനന്ദനവും അർഹിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ സന്തോഷവും നിങ്ങളുടെ കൂടെ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും ഉള്ള അഭിനന്ദനങ്ങൾ ആദ്യം ഇരിക്കുന്നയാളെ അറിയിച്ചു. കുളത്തിന്റെ വശങ്ങളിൽ രാമച്ചം വെച്ചു പിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം കലക്ടർ നിർവഹിച്ചു. ജില്ലാ കലക്ടർ തൊഴിലാളികളുടെ ഹാജർ നില പരിശോധിക്കുന്നു. രാമച്ചം വശങ്ങളിൽ വേര് പിടിച്ച് വളരുവാൻ തുടങ്ങി. മണ്ണൊലിപ്പ് പൂർണ്ണമായി തടയുന്നതിനും ജലശുദ്ധീകരണത്തിനും രാമച്ചം മുഖ്യമായ പങ്ക് വഹിക്കുന്നു. ജൂൺ മാസം 9-ാം തീയതിയാണ് വലിയ മടക്കുളം നാടിന് സമർപ്പിക്കപ്പെട്ടത്.
പ്രൗഢഗംഭീരമായ ചടങ്ങാണ് സംഘടിപ്പിക്കപ്പെട്ടത്. വാർഡ് മെമ്പർ ശ്രീ സോജി ജെ ആലുംപറമ്പിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഏറ്റുമാനൂർ MLA ശ്രീ സുരേഷ് കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പ്രസ്തുത കർമ്മം നിർവഹിച്ചത്. വളരെ വിനയത്തോടുകൂടി അതോടൊപ്പം നമ്മൾ എല്ലാ ആത്മധൈര്യവും സംഭരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പോകേണ്ട നമ്മുടെ സഹോദരിമാർ, അവർക്ക് ആവശ്യമായ നിയമത്തിന്റെ പ്രൊട്ടക്ഷനിൽ കുറവുണ്ടെങ്കിൽ ആ കുറവ് കൂടി നികത്തുന്നതിന് വേണ്ടിയുള്ള നടപടി നമ്മൾ എടുക്കാൻ പോവുകയാണ്. നിങ്ങൾ നിയമപരമായും അതോടൊപ്പം തന്നെ സാമൂഹ്യമായും ഗവൺമെന്റിന്റെ തലത്തുള്ള സാമ്പത്തിക സ്രോതസ് നൽകിയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മുന്നോട്ട് പോകുവാനുള്ള ശ്രമത്തിൽ നമുക്കെല്ലാവർക്കും ഒത്തുചേരണമെന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് കാണണം എന്നെനിക്ക് മോഹമുണ്ടായിരുന്നു. കൊമരകത്ത് വന്നിട്ട് ഇത് മാത്രം കണ്ടിട്ട് പോയിട്ട് എന്താ കാര്യം? കരിമീനില്ലാത്ത കുളത്തെക്കുറിച്ച് കരിമീനിലൂടെ നമ്മൾ കൊമരകത്ത് വരുന്നത് വർത്താനം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് പിന്നീട് ഒരിക്കൽ വരാം, വന്നിട്ട് നമുക്കിതൊക്കെ നോക്കണം. നിങ്ങളുടെ ആതിഥേയ മര്യാദകൾ കൃത്യമായി എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അതിനുള്ള അവസരം പിന്നീട് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് കേൾക്കുന്നു. നമസ്കാരം. MP ശ്രീ ജോസ് കെ മാണി, മുൻ MLA തോമസ് ചാഴികാടൻ, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സജീവമായി പരിപാടികളിൽ സംബന്ധിച്ചു. എത്ര മനോഹരമായ കാഴ്ച! പഴയ കുളമല്ലിത്. ഇന്ന് അണിഞ്ഞൊരുങ്ങിയ ഒരു നവവധുവിനെ പോലെ സുന്ദരിയായി വലിയ മടക്കുളം. ഈ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് ദിവസവും നൂറുകണക്കിന് ആളുകൾ പല മേഖലകളിൽ നിന്നും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രവൃത്തി കേരളത്തിലെ പല പഞ്ചായത്തുകൾക്കും അനുകരണീയമാണ്. ഒപ്പം ഇവിടെ ഇതിന് നേതൃത്വം കൊടുത്ത ഇനിയും ഇതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പലതും, അതായത് പമ്പിംഗ് സിസ്റ്റം ശരിയാകാനുണ്ട്, ഫിൽറ്ററിങ് ശരിയാവാനുണ്ട്, അതിലെ പൈപ്പുകൾ ക്ലിയർ ആവാനുണ്ട്. അത്രയൊക്കെ ചെയ്താൽ നിങ്ങൾ ചെയ്ത ഈ വർക്കിൻ്റെ ആ ഒരു പ്രയോജനം ജല ലഭ്യതയായിട്ട് ജനങ്ങൾക്ക് അനുഭവപ്പെടുള്ളൂ എങ്കിൽ അതൊക്കെ നമുക്ക് ക്രമേണ പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകണം. നിങ്ങളുടെ ഈ ഒരു വലിയ അധ്വാനത്തിന് തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ ആദരവും അഭിനന്ദനവും അർഹിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ സന്തോഷവും നിങ്ങളുടെ കൂടെ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും ഉള്ള അഭിനന്ദനങ്ങൾ ആദ്യം ഇരിക്കുന്നയാളെ അറിയിച്ചു. കുളത്തിന്റെ വശങ്ങളിൽ രാമച്ചം വെച്ചു പിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം കലക്ടർ നിർവഹിച്ചു. ജില്ലാ കലക്ടർ തൊഴിലാളികളുടെ ഹാജർ നില പരിശോധിക്കുന്നു. രാമച്ചം വശങ്ങളിൽ വേര് പിടിച്ചു വളരുവാൻ തുടങ്ങി. മണ്ണൊലിപ്പ് പൂർണ്ണമായി തടയുന്നതിനും ജലശുദ്ധീകരണത്തിനും രാമച്ചം മുഖ്യമായ പങ്കുവഹിക്കുന്നു. ജൂൺ മാസം 9-ാം തീയതിയാണ് വലിയ മടക്കുളം നാടിന് സമർപ്പിക്കപ്പെട്ടത്.
പ്രൗഢഗംഭീരമായ ചടങ്ങാണ് സംഘടിപ്പിക്കപ്പെട്ടത്. വാർഡ് മെമ്പർ ശ്രീ സോജി ജെ ആലുംപറമ്പിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഏറ്റുമാനൂർ MLA ശ്രീ സുരേഷ് കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പ്രസ്തുത കർമ്മം നിർവഹിച്ചത്. വളരെ വിനയത്തോടുകൂടി അതോടൊപ്പം നമ്മൾ എല്ലാ ആത്മധൈര്യവും സംഭരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പോകേണ്ട നമ്മുടെ സഹോദരിമാർ, അവർക്ക് ആവശ്യമായ നിയമത്തിന്റെ പ്രൊട്ടക്ഷനിൽ കുറവുണ്ടെങ്കിൽ ആ കുറവ് കൂടി നികത്തുന്നതിന് വേണ്ടിയുള്ള നടപടി നമ്മൾ എടുക്കാൻ പോവുകയാണ്. നിങ്ങൾ നിയമപരമായും അതോടൊപ്പം തന്നെ സാമൂഹ്യമായും ഗവൺമെന്റിന്റെ തലത്തുള്ള സാമ്പത്തിക സ്രോതസ് നൽകിയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മുന്നോട്ട് പോകുവാനുള്ള ശ്രമത്തിൽ നമുക്കെല്ലാവർക്കും ഒത്തുചേരണമെന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് കാണണം എന്നെനിക്ക് മോഹമുണ്ടായിരുന്നു. കൊമരകത്ത് വന്നിട്ട് ഇത് മാത്രം കണ്ടിട്ട് പോയിട്ട് എന്താ കാര്യം? കരിമീനില്ലാത്ത കുളത്തെക്കുറിച്ച് കരിമീനിലൂടെ നമ്മൾ കൊമരകത്ത് വരുന്നത് വർത്താനം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് പിന്നീട് എനിക്ക് വരാം, വന്നിട്ട് നമുക്കിതൊക്കെ നോക്കണം. നിങ്ങളുടെ ആതിഥേയ മര്യാദകൾ കൃത്യമായി എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അതിനുള്ള അവസരം പിന്നീട് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്ക് ചെലുത്തുന്നു. നമസ്കാരം. MP ശ്രീ ജോസ് കെ മാണി, മുൻ MLA തോമസ് ചാഴികാടൻ, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സജീവമായി പരിപാടികളിൽ സംബന്ധിച്ചു. എത്ര മനോഹരമായ കാഴ്ച! പഴയ കുളമല്ലിത്. ഇന്ന് അണിഞ്ഞൊരുങ്ങിയ ഒരു നവവധുവിനെ പോലെ സുന്ദരിയായി വലിയ മടക്കുളം. ഈ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് ദിവസവും നൂറുകണക്കിന് ആളുകൾ പല മേഖലകളിൽ നിന്നും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രവൃത്തി കേരളത്തിലെ പല പഞ്ചായത്തുകൾക്കും അനുകരണീയമാണ്.